ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു ലോങ് വീഡിയോ കണ്ടാലോ? ഈ രണ്ട് പിസ്സ എങ്ങനെയുണ്ട്? ഇത് ഞങ്ങൾ ഉണ്ടാക്കിയത് കേട്ടോ. ഞാൻ ചേട്ടനും കൂടെ തലേന്ന് തന്നെ ഇതിൻ്റെ പ്രിപ്പറേഷൻസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈസ്റ്റും പഞ്ചസാരയും കൂടെ അലിയിപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഈസ്റ്റ് ഇട്ടത് കുറച്ചുകൂടി അതിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ടുണ്ട്. ഇത് ഇളം ചൂടുവെള്ളം ഒഴിച്ചാണ് കേട്ടോ ഈ അലിയിപ്പിക്കാൻ വെക്കുന്നത്. അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അന്നേ തന്നെ ഈ മാവും അതിന് വേണ്ടിയിട്ടുള്ള പിസ്സ ബേസ് ഉണ്ടാക്കാനുള്ള മാവും കൂടെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഏട്ടനായിരുന്നു ചെയ്തിരുന്നത്, മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ. നല്ലപോലെ മാവെല്ലാം കുഴച്ച് വെച്ച് അതിൻ്റെ മണ്ടയിൽ കുറച്ച് എണ്ണയും കൂടെ നമ്മൾ തൂക്കിയിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ആയിരുന്നു. സാധാരണ ഒലീവ് ഓയിൽ അങ്ങനത്തെ അതൊക്കെയാണോ യൂസ് ചെയ്യേണ്ടത്, നമുക്കതിവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സൺഫ്ലവർ യൂസ് ചെയ്തു. അതിൻ്റെ മണ്ടയിലേക്ക് നമ്മൾ റാപ്പ് ചെയ്തിട്ട് കുറച്ച് ഹോളിട്ടിട്ട് ഒരു എയർ കയറാനുള്ള ഹോളിട്ട് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നു. മോർണിംഗ് തന്നെ ഏട്ടനാ അതെടുത്ത് വെളിയിൽ വെച്ചത്. അതിൽ 2 ഡോ ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം നമ്മൾ പുറത്തെടുത്ത് വെച്ചു, നമുക്ക് ഇന്നത്തേക്ക് ഉണ്ടാക്കാനുള്ള പിസ്സയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഇനി ഞാനാണെങ്കിൽ ഈ പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ ടൊമാറ്റോ സോസില്ലേ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുണ്ടാക്കാൻ 2 തക്കാളി എടുത്തിട്ട് അതിൻ്റെ ഈ മണ്ടഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗം ഞാൻ എല്ലാം എടുത്ത് കളഞ്ഞിട്ട് നല്ല മിക്സിയിലിട്ട് പേസ്റ്റ് ചെയ്യണം. അങ്ങനെ അതെല്ലാം ഞാൻ പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇനി ഈ സോസിലേക്ക് തന്നെ കുറച്ച് സവാള വേണമായിരുന്നു. അങ്ങനെ ഒരു പകുതി സവാള എടുത്ത് ഞാനിങ്ങനെ കുനൂനാന്നരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളിയും നമുക്ക് വേണം, അതും കുനൂനാന്നരിഞ്ഞ്. ഇപ്പം നമ്മൾ പിസ്സ ഉണ്ടാക്കാൻ പോകുന്നത് സോസേജ് വെച്ചിട്ടാണ്. അങ്ങനെ ബട്ടറിലേക്ക് നമ്മൾ ഈ സോസേജ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ സോസേജ് എല്ലാം ഫ്രൈ ആക്കിയിട്ട് ഈ ഇതിലേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന വെളുത്തുള്ളിയും ഈ സവാളയും കൂടെ നല്ല ഇട്ട് സോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സവാള എല്ലാം നല്ല വഴണ്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഈ ചെയ്ത് വെച്ചിരുന്ന ടൊമാറ്റോ പേസ്റ്റ് വന്നിട്ട് ഇതിലേക്ക് ഒഴിച്ച് അതിൽ കുറച്ച് ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കറക്കി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ല മിക്സ് ചെയ്തു. എന്നിട്ട് ഇതിലേക്ക് തന്നെ നമ്മൾ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ അതും ഇട്ട് ഈ ഒറിഗാനോയും പിന്നെ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഞ്ചസാരയും കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക് ഈ ഒരു ഇത് വന്നിട്ട് ഇതെന്തോ പറയുന്നത് ഈ ഒരു സോസ് വന്നിട്ട് നല്ല കുക്കായിട്ട് വരണം. അങ്ങനെ അടച്ച് വെച്ചൊരു 10-15 മിനിറ്റ് നേരം ഈ സോസ് ആണെങ്കിൽ നല്ല കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് വെള്ളമൊക്കെ നല്ല വറ്റി നല്ല ക്രീമി ആയിട്ട് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു പാനിലേക്ക് ബട്ടറെല്ലാം ഇട്ടിട്ട് നമ്മൾ 2 പിസ്സയാണ്, അതിലൊന്ന് സോസേജ്, രണ്ടാമത്തത് മഷ്റൂമാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. ആ മഷ്റൂമിൽ കുറച്ച് മസാല തേച്ചിട്ട് ആ ബട്ടറിൽ മഷ്റൂമും കൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടുന്ന വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത സോസേജ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അടുത്ത പിസ്സ ബേസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അങ്ങനെ ഈ ചപ്പാത്തി മാറ്റിലേക്ക് കുറച്ച് റവ ആദ്യം ഇട്ടിട്ട് അതിലേക്കാണ് നമ്മൾ ഫസ്റ്റ് പിസ്സ ബേസ് ഉണ്ടാക്കേണ്ടത്. അങ്ങനെ ഞാനാണെങ്കിൽ എടുത്ത് പുറത്ത് വെച്ചിരുന്ന മാവ് നല്ല പുളിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ആ കവറിൽ ആ റാപ്പിലെല്ലാം നല്ല വലിഞ്ഞ് വരുന്നത് മൈദയാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ ഇങ്ങനെ ഞാൻ കയ്യിൽ എണ്ണ തൂക്കാതും വെള്ളം തൂക്കാതും ആണ് ഫസ്റ്റ് എടുത്തത്. അത് ഫുള്ള് കയ്യിലേക്ക് എടുത്തപ്പോൾ തന്നെ മൊത്തത്തിൽ അങ്ങ് ഒട്ടിപ്പിടിച്ച് വിളവിളാന്നങ്ങ് ആവുമായിരുന്നു.
ഞാനിതൊക്കെ ആദ്യം ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റേതായ ഓരോരോ പോരായ്മകളുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് എങ്ങനെയൊക്കെയോ ഒപ്പിച്ചെടുത്ത് അതിൻ്റെ മണ്ടയിൽ ഞാനൊരു പിസ്സ ബേസ് ആക്കിയിട്ട് ഞാൻ എയർ ഫ്രയറിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആ ബേസിലേക്ക് ഈ പിസ്സ ബേസ് ആ മാവാണെങ്കിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മാവ് അത് ഏകദേശമൊക്കെ വട്ടത്തിലൊക്കെ ഞാൻ റെഡിയാക്കി കുറച്ച് ആ ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ച ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ പിസ്സ സോസ് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല ഫുള്ളായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഇത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഞാനൊരു 2 മിനിറ്റത്തേക്ക് ഇതൊന്ന് ജസ്റ്റ് ചൂടാക്കാൻ വേണ്ടിയിട്ട് എയർ ഫ്രയറിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് 2 മിനിറ്റ് നേരം ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെയാണ് എനിക്ക് മണ്ടത്തരം പറ്റിയത്. ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ചീസാണ്. പക്ഷെ ഞാനിവിടെ എനിക്കപ്പോൾ അത് ഓർമ്മ വരാതെ ഞാൻ ഇപ്പോൾ ഇവിടെ ഇത് വെജിറ്റബിൾസ്, സവാള, ക്യാപ്സിക്കം, പച്ചമുളക് ഉണ്ടായിരുന്നു, ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് പിന്നെ സോസേജും എല്ലാം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ലാസ്റ്റാണ് ഞാൻ ചീസ് ആഡ് ചെയ്യുന്നത്. അങ്ങനെ സോസേജ് എല്ലാം വെച്ച് കൊടുത്തിട്ട് ഞാൻ ചീസ് കണ്ടോ ഏറ്റവും ലാസ്റ്റാണ് ഇത് വെക്കുന്നത്. കണ്ടോ, എല്ലാം കാണാൻ നല്ല കളർഫുള്ളില്ലേ. ഇത് ഞാൻ എയർ ഫ്രയറിൽ കയറ്റി 180 ഡിഗ്രിയിൽ ഒരു 50 മിനിറ്റ്സ് ആണ് കുക്ക് ചെയ്തെടുത്തത്. അതിനിടയിൽ തന്നെ ഞാൻ നെക്സ്റ്റ് പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ബേസും റെഡിയാക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഇപ്പോൾ ഞാൻ ചീസ് ഫസ്റ്റ് വെച്ചതിൽ എയർ ഫ്രയറിൽ വെക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് മേളിൽ നിന്ന് ഹീറ്റ് ആവുമ്പോൾ ആ ചീസ് വന്നിട്ട് ചീസിൻ്റെ കളറൊക്കെ അങ്ങ് മാറിയിരുന്നു. അപ്പോഴാണ് എനിക്കാണെങ്കിൽ ഓർമ്മ വന്നത് ചീസ് അടിയിലാണ് വെക്കുന്നത്. കണ്ട, ചീസാണ് ആ ഒരു കളറ് മാറിയിരിക്കുന്നത്, നല്ല അലിഞ്ഞിട്ടില്ല. നെക്സ്റ്റ് പിസ്സ ബേസിൽ ഞാൻ സോസ് ചേർത്തിട്ട് ഫസ്റ്റ് തന്നെ ചീസാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ബേസ് വന്നിട്ട് ആദ്യം കുളമായി. നമ്മൾ നേരത്തെ ഞാനാണെങ്കിൽ റെഡിയാക്കി റൗണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ട് ഈ പ്ലേറ്റിലേക്ക് ആക്കിയപ്പോഴത്തേക്ക് മൊത്തത്തിൽ കുളമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ സെയിം ആയിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് മഷ്റൂമും കുറച്ച് ഉള്ള ബാലൻസ് ഉണ്ടായിരുന്ന കുറച്ച് സോസേജും കൂടാണ്. രണ്ടും കൂടാണ് നമ്മളിതിൽ ആഡ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ അതും എല്ലാം റെഡിയാക്കി ഞാൻ എയർ ഫ്രയറിലാക്കിയിട്ടുണ്ടായിരുന്നു. അതും ഒരു 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് മാത്രമേ ഞാൻ കുക്ക് ചെയ്തെടുത്തുള്ളൂ. ഇതിലേക്ക് ഞാൻ വന്നിട്ട് കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റേതിൽ ആദ്യത്തെ പിസ്സയിലും കുറച്ച് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതൽ ഇച്ചിരി ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ആദ്യത്തേത് കുറച്ച് ഡ്രൈ ആയി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് നല്ല കുക്കായി വന്നു. കണ്ടോ, ആ ചീസ് നല്ല മെൽറ്റായി നല്ലൊരു കണ്ടീഷനായി വന്നിട്ടുണ്ട്. 2 പിസ്സയും സൂപ്പറായിരുന്നു. അതിലേക്ക് ഞാൻ കുറച്ച് ഒറിഗാനോയും കൂടെ ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ടിട്ടുണ്ട്. എയർ ഫ്രയർ ഒക്കെ ഉള്ളവരാണെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഉണ്ടാക്കിയാൽ മാത്രം പോലല്ലോ, നിങ്ങളെ കഴിച്ചും കൂടെ കാണിക്കട്ടെ. അങ്ങനെയാണ് എടുത്ത വീഡിയോ ആണിത്. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എയർ ഫ്രയർ ഉള്ളവർ മസ്റ്റ് ട്രൈ ആണ്. നമുക്കും ഉണ്ടാക്കാൻ പറ്റും ഡൊമിനോസ് പിസ്സയൊക്കെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും അല്ലാതെ ഈ പിസ്സ ഇഷ്ടപ്പെട്ടെങ്കിലും
വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.